ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടുപേരും കൂടി മഴയത്ത് കൊട പിടിച്ച് നടക്കായിരുന്നു. അങ്ങനെ ഈ എപ്പിസോഡിൽ അവർ നേരെ വന്ന് കയറുന്നത് ഒരു ഫുഡ് സ്റ്റോറിലാണ് കേട്ടോ. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ജിയുണ്ണെ ഇവിടെ ഇരുത്തിയിട്ട് ഇവൻ പോയി കാർ എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പൊ തന്നെ ഇവൻ കുറച്ച് കഴിക്കാൻ സ്നാക്കും ഒരു ജ്യൂസൊക്കെ വാങ്ങാൻ വേണ്ടി കൗണ്ടറിന്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവന്റെ ഒരു ഷോൾഡർ ഫുൾ ഇങ്ങനെ വെറ്റായി നനഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ജിയുൺ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ജിയുൺ പെട്ടെന്ന് ഒരു മിൻ ചോക്ലേറ്റിന്റെ ബോട്ടിലും കൂടി വാങ്ങാൻ വേണ്ടി അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഈ 3 ഐറ്റംസ് ഇങ്ങനെ വാങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് നമ്മുടെ ജിയുണിനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ജിയുണാണെങ്കിൽ തൊട്ടപ്പുറത്ത് കുറച്ച് പിള്ളേര് നൂഡിൽസ് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. ജിയുണാണെങ്കിൽ ഈ പിള്ളേര് ഇതിങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട് കൊതിയായിട്ടോ നിൽക്കുന്നത്. അപ്പൊ ജിയുണിന്റെ ഈ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ അവനും കൊതിയാവുകയാണ്. അങ്ങനെ നമ്മുടെ യുൺഹോ പോയിട്ട് നൂഡിൽസ് സെറ്റ് ആക്കുകയാണ് കേട്ടോ. ആ പിള്ളേര് കഴിച്ച പോലെയല്ല, ഇവൻ കുറച്ച് സോസേജും അതുപോലെ തന്നെ ചീസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോറിലാണെങ്കിൽ വേറെയും പിള്ളേരൊക്കെ ഇരുന്ന് ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ യുൺഹോ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റിൽ ഈ നൂഡിൽസ് ഒക്കെ ആക്കുന്ന കാണുമ്പോൾ ഈ പിള്ളേർക്ക് നൂഡിൽസ് കഴിക്കാൻ തോന്നുകയാണ്. അപ്പൊ നമ്മുടെ യുൺഹോക്ക് ഈ ഫുഡ് സെറ്റ് ആക്കാനുള്ള എന്തുസിയാസം ഒക്കെ കണ്ടിട്ട് ജിയുൺ പറയാണ്, നിനക്ക് ശരിക്കും റോങ് ജോബാണ്, നീ ശരിക്കും നല്ലൊരു ഷെഫ് ആവേണ്ട ഒരാളായിരുന്നു എന്ന് പറയാണ്. അപ്പൊ യുൺഹോ പറയാണ്, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് നിറയുന്നതോട് കൂടി തന്നെ നമ്മുടെ ഹാർട്ടും നിറയും. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യുൺഹോ സെറ്റാക്കിയ ആ നൂഡിൽസ് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നൂഡിൽസ് ഇത്രയ്ക്കും ടേസ്റ്റി ആയിരിക്കുന്നത് നമ്മുടെ ജിയുൺ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. നമ്മുടെ ജിയുണിന് ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവള് ആ കോട്ടിന്റെ 2 കൈയും കയറ്റി വെക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ മുടി അങ്ങ് കെട്ടി വെക്കും കേട്ടോ. അപ്പൊ മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അവള് ഹെയർ ടൈ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ നായകൻ അവന്റെ പോക്കറ്റിൽ നിന്നൊരു ഹെയർ ടൈ എടുത്ത് ഇവൾക്ക് കൊടുക്കുന്ന കേട്ടോ. അങ്ങനെ പുറത്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മഴ തകർത്ത് പെയ്യാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഇതിനകത്ത് സ്റ്റോറിനകത്ത് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാണ് ഈ നൂഡിൽസ്, നല്ല ഹോട്ട് ആൻഡ് സ്പൈസി നൂഡിൽസ്. രണ്ടുപേരുടെയും ഫുഡ് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ യുൺഹോ ഈ 2 പാത്രങ്ങളൊക്കെ വാങ്ങി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ജിയുൺ ആണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്നുമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ 2 പെൺകുട്ടികളാണെങ്കിൽ അവരും ഇതേപോലെ നൂഡിൽസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായകൻ കാർ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. യുൺ ആണെങ്കിൽ വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ യുൺഹോ ആണെങ്കിൽ കൊടയൊന്നും എടുക്കാതെയാണ് കേട്ടോ കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജിയുൺ മെല്ലെ കൊടയൊക്കെ നിവർത്തി സ്റ്റോറിന് പുറത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ, അവനെ വെയിറ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യുൺഹോ ജിയുന്റെ വർക്ക് ഷെഡ്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്യാണ് കേട്ടോ. എന്നിട്ടെല്ലാം ഓർഗനൈസ് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ജിയുൺ കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് അവളുടെ ഹാൻഡ് ബാഗ് ഒരൊറ്റ എയറാണ് കറക്റ്റ് അവൻ വെച്ച ആ സ്റ്റാൻഡിൽ പോയി വീഴുകയാണ്. ഇത് കാണുമ്പോൾ യുൺഹോ വാവ് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിയുന്റെ ഓരോ ഷെഡ്യൂൾസും ഇവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. 4 മണിയാവുമ്പോൾ ഒരു ബിസിനസ് മാഗസിന്റെ ഇന്റർവ്യൂ ഉണ്ട്. എന്നിട്ട് യുൺഹോ ഒരു ഫയൽ കൊടുക്കുകയാണ് കേട്ടോ ജിയുണിന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് ഹണ്ടിങ് അക്കാഡമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇവരുടെ ഈ പുതിയ അക്കാഡമിക്ക് ഇടാൻ പോകുന്ന പേര് കരിയർവേയുടെ മുൻപത്തെ ആ ആത്മഹത്യ ചെയ്ത സിഇഒ ഇല്ലേ, സിഇഒ ലീ, അങ്ങേരുടെ പേരാട്ടോ ഇടാൻ പോകുന്നത്. മാത്രമല്ല ഹെഡ് ഹണ്ടിങ് അസോസിയേഷന്റെ ഒരു ജനറൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ ചെയർപേഴ്സൺ ഈ കരിയർവേയുടെ ഇപ്പോഴത്തെ സിഇഒ ആണ്, സിഇഒ കിം ഹൈജിൻ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയുണും യുൺഹോയും കൂടിയിട്ട് ഈ ബിസിനസ് മാഗസിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അന്ന് തന്നെ ഇവളുടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഈ ഒരു ഇന്റർവ്യൂ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സിഇഒ വുമൺ സിഇഒനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ റെഡിയാക്കുന്നുണ്ട്. ആ 7 സിഇഒയില് ഒരാളാണ് നമ്മുടെ ജിയുൺ. അങ്ങനെ ഇവർ ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് കരിയർവേയുടെ സിഇഒ കിം ഹൈജിൻ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. ഹൈജിൻ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് നമ്മുടെ ജിയുണിനെ ചെറുതായി കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് ജിയുണിന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ആ സ്റ്റാഫിന് മനസ്സിലാവുന്നില്ല കളിയാക്കുന്നതാണെന്ന്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയുണും ഹൈജിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ജിയുൺ പറയുന്നുണ്ട് ഈ ഫൗണ്ടിങ് അക്കാഡമിയിൽ ഇവളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. മാത്രമല്ല മരിച്ചുപോയ സിഇഒ ലീയുടെ ആ ഒരു ഗ്ലോറി, ആ ഒരു പബ്ലിസിറ്റി യൂസ് ചെയ്യൽ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജിയും പറയുന്നുണ്ട്, നിന്റെ ഈ അസോസിയേഷനിലും പരിപാടികളിലൊന്നും ഞാൻ ഇടപെടണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങേരുടെ പേര്, അതായത് ഈ സിഇഒ ലീയുടെ പേര് എന്തിനും എതിരും വലിച്ചു ചേർക്കുന്ന പരിപാടികളോട് നിർത്താൻ പറയുകയാണ് ജിയും. ഹണ്ടിങ് അക്കാഡമിക്ക് ഈ ഹൈജിൻ ഇടാൻ പോകുന്ന പേര് മരിച്ചുപോയ സിഇഒ ലീയുടെ പേരാണ്. അതെന്തായാലും ആൾക്കാരുടെ ഒരു സിമ്പതിയും പബ്ലിസിറ്റിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പണിക്ക് നിൽക്കരുത് എന്നാണ് ജിയുൺ പറയുന്നത്. അപ്പോൾ ഹൈജിൻ നമ്മുടെ ജിയുണിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീയാണ് ആ സിഇഒനെ കൊന്നത് എന്ന് നീ മറക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ ജിയുണും വിട്ടുകൊടുക്കുന്നില്ല. അവള് പറയുന്നുണ്ട്, ശരിക്കും അന്ന് എന്താ സംഭവിച്ചെന്നൊക്കെ എനിക്ക് നല്ല ഐഡിയ ഉണ്ട്, നീ അഭിനയിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. ജിയുൺ എന്നിട്ട് എഴുന്നേറ്റ് നമ്മുടെ യുൺഹോയുടെ കൂടെ പോകാൻ നിൽക്കുമ്പോൾ ഹൈജിൻ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് നമ്മുടെ യുൺഹോനോട് ചോദിക്കുന്നുണ്ട്, ഈ വീക്കെൻഡിൽ നിന്റെ സിഇഒ ഫ്രീ ആണെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പറയാണ്. മരിച്ചുപോയ സിഇഒ ലീയുടെ മകള് ഇപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹൈജിൻ. അപ്പോൾ ആ ഡിന്നറിനാണ് നമ്മുടെ ജിയുണിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ജിയുൺ ആണെങ്കിൽ നേരെ കാറിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ജിയുണിന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്നാ പോയി ഒരു നൂഡിൽസ് കഴിച്ചാലോ എന്ന്. അപ്പൊ ജിയുൺ പറയുന്നുണ്ട്, അതിന് നിനക്ക് സ്പൈസി നൂഡിൽസ് ഒന്നും അത്ര ഇഷ്ടമല്ലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായകൻ എഴുന്നേറ്റ് കാറിന്റെ ഡിക്കി ഓപ്പൺ ചെയ്യാണ് കേട്ടോ.
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഷൂസ് എടുത്തിട്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, സ്പൈസി നൂഡിൽസ് എന്തായാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നടക്കുന്ന കാര്യത്തിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ് എന്ന് പറയാണ്. എന്നിട്ട് ഈ ഷൂസ് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഹീലാണല്ലോ, അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഷൂസ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടി ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജിയും ചോദിക്കുന്നുണ്ട്, അല്ല ഇതിപ്പോൾ കുറേ നേരമായല്ലോ രണ്ടാളും മിണ്ടാണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുൻഹോ ആണെങ്കിൽ അന്ന് നമുക്ക് കുറച്ച് നേരം ജോഗ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. യുൻഹോ ഇത് സീരിയസ് ആയിട്ടാണോ കോമഡി ആയിട്ടാണോ പറഞ്ഞെന്ന് ഇവൾക്ക് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ ജിയോൺ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ, നിനക്ക് ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യുൻഹോ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാരെ ഹേർട്ട് ചെയ്യും, അപ്പൊ അതിലും നല്ലത് ചോദിക്കാതിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് കുറച്ചപ്പുറത്ത് കളിക്കുന്ന കുട്ടികളുടെ ബാസ്കറ്റ് ബോൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. യുൻഹോ ആണെങ്കിൽ ആ ബോൾ എടുത്തിട്ട് നേരെ ജിയുണ് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ജിയുൺ നന്നായിട്ട് എറിയുന്ന അവനറിയാം, ഓൾറെഡി ബാഗൊക്കെ കറക്റ്റ് ആയിട്ട് ആ സ്റ്റാൻഡിൽ എറിയേണ്ടതാണല്ലോ. അങ്ങനെ നമ്മുടെ യുൻഹോ വിചാരിച്ച പോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ് ആവുകയാണ് നമ്മുടെ ജിയുന്റെ. ഇത് കണ്ടിട്ട് യുൻഹോയും പിള്ളേരും വാവ് എന്ന് പറഞ്ഞിട്ട് ജിയുന്റെ കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ കൂടുകയാണ് കേട്ടോ. യുൻഹോയും അത്ര ചില്ലറക്കാരനൊന്നുമല്ല, അവനും നന്നായിട്ട് തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. ഒരെണ്ണം പോലും പുറത്തേക്ക് പോകുന്നില്ല, ഒക്കെ കറക്റ്റായി നെറ്റിലൂടെ വീഴുന്നുണ്ട്. അങ്ങനെ ഗെയിമൊക്കെ കഴിയുമ്പോൾ ഇവൻ പിള്ളേർക്കൊക്കെ ഓരോ ചോക്ലേറ്റ് ബാർ വാങ്ങി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവൾക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ അതൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ യുൻഹോ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയെന്ന്. അപ്പൊ നമ്മുടെ ജിയുൺ പറയുന്നുണ്ട്, അതിപ്പോ എനിക്ക് ശരിക്കും കളിക്കാൻ പറ്റിയില്ലല്ലോ, എല്ലാത്തിലും നീ കയറി സ്കോർ ചെയ്യായിരുന്നില്ലേ എന്ന് പറയാണ്. നമ്മുടെ ജിയുൺ ആണെങ്കിൽ എവിടെയും തോൽക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, എപ്പോഴും സക്സസ് ആയിട്ട് നിൽക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിൽ ഇവൻ കുറെ പ്രാവശ്യം ഇവളെ ഫെയിലിയർ ആക്കി. അതിന്റെ ഒരു ദേഷ്യവും പരിഭവമൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് കാണിക്കുന്നത്. അപ്പൊ അവൻ പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴും സക്സസ് ആവാനോ ഇഷ്ടമെങ്കിൽ ഇനി തൊട്ട് ഞാൻ നിന്നെ എപ്പോഴും സക്സസ് ആക്കാം എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയുൺ ആണെങ്കിൽ ചെറുതായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളുടെ ഈ ഒരു ഫേസ് ഒക്കെ നോക്കി അഡോർ ചെയ്തിട്ടാണ് നമ്മുടെ നായകൻ ഇപ്പുറത്തിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഈ പീപ്പിൾസിന്റെ ഓഫീസിലേക്ക് വരുന്ന നമ്മുടെ യുൻഹോനെ ആട്ടോ കാണിക്കുന്നത്. അപ്പൊ യുൻഹോനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ സിഒ ഇരിക്കുന്നുണ്ട്. ഐജിനെ മീറ്റ് ചെയ്ത കാര്യം ഓൾറെഡി സിഒ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ടായത്. അപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ യുൻഹോ സിഒനോട് പറയുന്നുണ്ട്. സിഒ പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പോ ജിയോന്റെ സെക്രട്ടറി അല്ലേ, അപ്പൊ നീയും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ശരിക്കും ഉണ്ടായത് മുൻപ് പാസ്റ്റിലെ കരിയർ വേൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാണ്. അതായത് കുറച്ചു വർഷം മുൻപ് ജിയോൺ വർക്ക് ചെയ്തിരുന്നത് കരിയർ വേലാണ്. അപ്പോ അവരുടെ ഇപ്പോഴത്തെ സിഇഒ ആയ ഹൈജിൻ ആയിരുന്നു അന്ന് നമ്മുടെ ജിയോന്റെ മെന്റർ. ഈ കരിയർ വേ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഒരു സ്കാമിൽ പെട്ടു. സ്കാം എന്താണെന്ന് വെച്ചാൽ വേറൊരു പുതിയ കമ്പനിക്ക് വേണ്ടിയിട്ട് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇവര് സെറ്റാക്കി കൊടുത്തു. ആ ഒരു പുതിയ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ആയിരുന്നു. അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ആ കമ്പനി അടച്ചുപൂട്ടിപ്പോയി. കരിയർവേ ആണെങ്കിൽ സ്കാമിലൊന്നും ഇൻവോൾവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രോബ്ലംസും വന്നില്ല. അപ്പോഴാണ് നമ്മുടെ ജിയോന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, ഈ ഒരു കരിയർവേ എന്ന് പറയുന്ന കമ്പനിയിലത്തെ ഒരു സ്റ്റാഫ്, ഏതോ ഒരു എംപ്ലോയി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിയോൺ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടു. ആകെ കൂടി ചെയ്തത് ഈ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടു എന്നതാണ്. ഈ ടൈമില് സിഇഒ ലീ ആണെങ്കിൽ എല്ലാ ബ്ലെയിമും ഏറ്റെടുത്തു. മാത്രമല്ല ഒരു വില്ല് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഒരു ടൈമില് ഈ കരിയർവേ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ കമ്പനിയുടെ മേലെയുള്ള പബ്ലിക്കിന്റെ ഐ മാറ്റണമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജിയോണിനെ യൂസ് ചെയ്തു. മാത്രമല്ല ഈ മരിച്ചുപോയ സിഇഒ ലീയുടെ പൊസിഷനിലേക്ക് ഹൈജിൻ കയറി. അങ്ങനെയാണ് ഹൈജിൻ നമ്മുടെ കരിയർവേയുടെ സിഇഒ ആവുന്നത്. അവിടെ ജിയോൺ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ആരും അവളെ ഹെൽപ്പ് ചെയ്യാനോ അവളെ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. ജിയോന്റെ മുമ്പിൽ ഓപ്ഷനോ ചോയ്സോ ഒന്നും ഉണ്ടായില്ല. അവൾ സ്വയം സ്ട്രോങ് ആയി. യുൻഹോ ആണെങ്കിൽ അവന്റെ വർക്കെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടൊരു സ്റ്റാഫ് കയറി വരുന്നത് കേട്ടോ, ഓവർ ടൈം വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഗ്യോങ് ഹുവ എന്നാട്ടോ ഇവളുടെ പേര്. ഗ്യോങ് ആണെങ്കിൽ പാർക്ക് എന്ന് പറയുന്ന ഒരാളെ പുതിയൊരു കമ്പനിയിലേക്ക് മാറ്റുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രൊജക്റ്റ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആളെ പുതിയൊരു കമ്പനിയിലേക്ക് മാറ്റാനായിട്ട് ഇവള് കുറെ നാളായിട്ട് രാത്രി ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുൻഹോനോട് ഇവള് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ ഒരു പ്രൊജക്ട് സക്സസ് ആക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നമ്മുടെ ഗ്യോങ് ആണെങ്കിൽ ഇവളുടെ ടീം മെമ്പർ ആയ കിമ്മിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കിമ്മായിട്ട് ആർഗ്യൂ ചെയ്യാണ് കേട്ടോ. പാർക്ക് എന്ന് പറയുന്ന ഒരാളുടെ ജോലിയുടെ കാര്യമാണ് ഇത്ര നാള് ഇവള് റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നത്. ഇന്നലെ വരെ ഇവള് സജസ്റ്റ് ചെയ്ത ജോബിന് ഓക്കെ പറഞ്ഞ പാർക്ക് ഇന്ന് മോർണിംഗ് മാറ്റി പറയാണ്. കാരണം ഈ കിമ്മ് പുതിയൊരു ജോബ് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പുതിയ ജോബിലേക്കാണ് പാർക്കിന് താല്പര്യം. അപ്പൊ ഇവളുടെ ഇത്ര നാളത്തെ എഫോർട്ട് വെറുതെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കിം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് ഈ പാർക്കിന്റെ ജോബ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കിമ്മായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം കിമ്മിന്റെ അടുത്തേക്കാണ് പാർക്ക് വന്നത്. അതുകൊണ്ടാണ് കിം പുതിയൊരു ജോബ് റെക്കമെൻഡ് ചെയ്തത്. മാത്രമല്ല ഇവളുടെ കാര്യമൊന്നും പാർക്ക് കിമ്മിനോട് പറഞ്ഞില്ല. ഗിയോങ് ഈ പാർക്കിന്റെ ജോബിന്റെ കാര്യം നോക്കുന്നതിന് നമ്മുടെ കിം ആണെങ്കിൽ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവളെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർക്കിനെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തത് ഇവളാണ്. അപ്പോൾ ഇവളുടെ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിമ്മിനോട് പിന്മാറണം എന്നാണ് പറയുന്നത്.
അങ്ങനെ ഈ ഒരു സംസാരം ഒരു ആർഗ്യുമെന്റ് ആയി മാറുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ജിയോൺ അങ്ങോട്ട് വരുന്നത്. പിന്നെ ജിയോന്റെ അടുത്തേക്ക് ഇവർ അങ്ങനെ കൊണ്ടുപോവാണ്. രണ്ടുപേരും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറില്ല പറയുന്നത്. കിമ്മ് പറയുന്നത് ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു, അല്ലാതെ എനിക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ജിയോങ് പറയുന്നത് ജിയോങ് ആണ് ഈ പാർക്കിനെ ആദ്യം കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ജിയോങ്ങിന്റെ കാൻഡിഡേറ്റ് ആണ് ഈ പാർക്ക് എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ജിയോങ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫീലിംഗും പരിപാടികളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ കാൻഡിഡേറ്റിന് ഇതിലേത് ജോബാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സജസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ കൂടെ പോയി ആലോചിച്ച് അതിനനുസരിച്ച് ചെയ്യാൻ പറയാണ് ജിയോങ്. ജിയോൺ ആണെങ്കിൽ ഇതും പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്യുങ് അവിടെ നിന്ന് കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് കിങ് വരുന്നത് കേട്ടോ ഇവരുടെ അടുത്തേക്ക്. അപ്പൊ നമ്മുടെ യുൻഹോ ഒഴികെ ബാക്കി എല്ലാ സ്റ്റാഫും കിമ്മിനോട് പറയുന്നുണ്ട് അവളുടെ ഒരുപാട് നാളത്തെ വർക്കാണ്, ഹാർഡ് വർക്കാണ്, അപ്പൊ ഈ ഒരു പ്രൊജക്ട് അവൾക്ക് വിട്ടുകൊടുത്തേക്ക് എന്നൊക്കെ പറയാണ്. കിമ്മു ചോദിക്കുന്നുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? മാത്രല്ല എന്ന് തൊട്ടാ ഗ്യോങ് ഈ ഒരു പാർക്കിന്റെ പുറകെ പോയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ പുതിയ കാൻഡിഡേറ്റിന്റെ കാര്യം എന്ന് പറയാണ്. അതായത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിരിക്കുകയാണ് ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ. കിമ്മിനൊഴികെ ബാക്കി എല്ലാ ടീം മെമ്പേഴ്സിനും അറിയായിരുന്നു ഗ്യുങ്ങിന്റെ പുതിയ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പാർക്കാണെന്ന്. പക്ഷെ നമ്മുടെ കിമ്മിന് അത് അറിയില്ലായിരുന്നു. ഗ്യോങ് ആണെങ്കിൽ ഈ പാർക്കിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ജോബ് വേൾഡ് കോർപ്പറേഷനിലാണ്. അപ്പൊ അതിന്റെ ഫയല് ഈ ഗ്യോങ്ങിന്റെ ഡെസ്കിൽ നിന്ന് കിം എടുത്തിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ, ആ ജോബിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. കിം ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ പുറത്തേക്ക് പോവാണ്. കാരണം അവനൊഴികെ ബാക്കി എല്ലാ ടീം മെമ്പേഴ്സിനും ഈ ഒരു കാര്യം അറിയായിരുന്നു, പക്ഷെ ഇവനെ മാത്രം അറിയിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ യുൻഹോ അങ്ങോട്ട് വരുന്നത് കേട്ടോ. റിഫ്രഷ്മെന്റിന് ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ ഇവന് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ കിം പറയുന്നുണ്ട്, ടീമിലത്തെ മെമ്പേഴ്സ് ഇത് എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് കിം പറയുന്നുണ്ട്, പാർക്കിന് ഗ്യോങ് കണ്ടുപിടിച്ച വേൾഡ് കോർപ്പറേഷനിലത്തെ ജോബ് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എനിക്കിത് അവൾക്ക് വിട്ടുകൊടുക്കാനൊന്നും പ്രശ്നമില്ല, പക്ഷെ ഇവർക്ക് എന്നോട് മുൻപൊന്ന് പറയായിരുന്നു, അപ്പൊ ഇത്രയും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മാത്രല്ല എന്റെയും കൂടി ഹാർഡ് വർക്ക് ഇതിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് കിം അവിടെ നിന്ന് പോവാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യുൻഹോ ഗ്യോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല കിം, അദ്ദേഹം നിന്നെ കുറിച്ച് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗ്യോങ് പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നു എന്ന് പറയാണ്. കാരണം ഇവളുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും അറിയിച്ചില്ല. പ്രോട്ടോകോൾ പ്രകാരം എല്ലാവരും അറിയിക്കണം. അപ്പൊ ഇവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇവളുടെ മിസ്റ്റേക്ക് ഇവൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഗ്യോങ് ആണെങ്കിൽ ഇനി ഓവർ ടൈം വർക്ക് ചെയ്യാൻ പോവാണ് ഇന്നും. അതുകൊണ്ട് തന്നെ ഇവളോട് ഡിന്നർ സ്കിപ്പ് ചെയ്യേണ്ട പറഞ്ഞിട്ട് യുൻഹോ അവിടെ നിന്ന് പോവുക.